ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടാൽ ഓരോരുത്തരും എൻ്റെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്നെ ഇതുവരെ കാണാത്തവർ, എന്നെ ഇതുവരെ അറിയാത്തവർ, ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ലാത്തവരാണ് എൻ്റെ സുഖവിവരങ്ങൾ വീഡിയോൻ്റെ അടിയിൽ അന്വേഷിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്നേഹമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന്, എൻ്റെ അവസ്ഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണിത്. കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തുന്നതിലും രാവിലെ തന്നെ അനിയത്തി നാസ്തയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. പിന്നെ അവൾ പറഞ്ഞു ഇന്ന് കുളിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കൈയിൻ്റെ സ്റ്റിച്ച് 2 ദിവസം മുന്നേ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അവർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് അതിന് വെള്ളമൊക്കെ കൊള്ളിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെയാണ് ഞാൻ കുളിക്കുകയൊക്കെ ചെയ്തത്. അല്ലെങ്കിലും കുളിക്കുന്നുണ്ട്, ആ കൈക്ക് വെള്ളമാക്കുന്നില്ല എന്നേലും. അപ്പോൾ ഇന്നലെ ഫുള്ളായിട്ട് വെള്ളമൊക്കെ ആക്കി കുളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അനിയത്തി നെയ്യൊക്കെ തേച്ചെന്നിട്ട് എന്നെ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ഓള് കട്ടിൽമേ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കുന്നുണ്ട്. അതൊക്കെ തട്ടിക്കുടഞ്ഞ് മാറ്റി വിരിച്ച് വേറെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് അവയൊക്കെ ഒന്ന് അടിച്ച് തുടച്ചെടുക്കാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അടിച്ച് തുടക്കുന്ന സമയം കൊണ്ട് ആ റൂമിൽ നിന്ന് എന്നെ പുറത്താക്കി. ഞാൻ എന്നെ വീൽ ചെയറിൽ എത്തിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ ദിവസമായി സിറ്റ് ഔട്ടിലിരിക്കാത്തത്, അപ്പോൾ കുറച്ച് സമയം എന്നെ സിറ്റ് ഔട്ടിലൊന്ന് ഇരുത്തിയെന്ന് പറഞ്ഞിട്ട് അനിയത്തിൻ്റെ മോന് എന്നെ സിറ്റ് ഔട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ പുറത്തിരുത്തി. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമ്പം എന്തെങ്കിലും കുറിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ പഴുത്ത കായിൻ്റെ ചിപ്സ് നമ്മുടെ മുറ്റത്തെ ബേക്കറിയിൽ നിന്ന് തന്നെ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തിന്നുമ്പോൾ പിന്നെ അതൊരു വേണ്ടാത്ത പോലെ ഒരു ടേസ്റ്റ്. ഇങ്ങനെ അല്ലെങ്കിലും അങ്ങനല്ലേ, എന്തെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കാനൊന്നും കഴിയൂല. അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചിട്ട് അവിടെ ഇങ്ങനെ ആടെ അനിയത്തിൻ്റെ മോനുണ്ട് ബൈക്കൊക്കെ കഴുകുന്നു. അതും നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് കുറേ സമയം. അതിന് ശേഷം ഇതാ കുളിക്കേണ്ട ടൈമായിട്ടുണ്ട്, തലയിൽ എണ്ണയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അനിയത്തി ഇതാ സ്റ്റിച്ച് എടുത്ത ഭാഗത്തിൽ കെട്ടിയിട്ടുണ്ടായി ആ തുണിയൊക്കെ ഒന്ന് അഴിച്ച് മാറ്റുന്നുണ്ട്. ഇത് ഹോസ്പിറ്റലിൽ നിന്ന് കെട്ടിത്തന്നതാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ഓൾ അഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എത്തുമ്പം ഓള് അതിനെ ഒട്ടിപ്പിടിച്ചത് കണ്ടിട്ട് പിന്നെ അവിടെ വെക്കുക തന്നെയാണ് ചെയ്തത്, ബാക്കി ഞാൻ എടുക്കുകയാണ് ചെയ്തതിന്. പിന്നെ ഇപ്പോൾ 2-3 ദിവസമായി ഭയങ്കര തലകറക്കം കൂടി വന്നിട്ടുണ്ട്. അത് നമ്മൾ ആക്സിഡൻ്റ് ആയ പിറ്റേന്ന് തന്നെ തലകറക്കങ്ങളൊക്കെ ഉണ്ടായിനി. എന്നിട്ട് ഞാൻ ന്യൂറോളജിനെ കാണിച്ചിട്ടുണ്ടായിനി. പ്രശ്നമൊന്നുമില്ല, ബാലൻസ് തെറ്റിയതാന്ന് ചെവിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗുളികയൊക്കെ തന്നിട്ടുണ്ടായിനി. അത് കഴിച്ചിട്ട് മാറിയിട്ടുണ്ടായിനി. ഇപ്പോൾ 2-3 ദിവസമായി ആദ്യ തലകറക്കമൊക്കെ തുടങ്ങിയിട്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാകുമെന്ന് വിചാരിക്കുക. പിന്നെ ഇതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് കഴിക്കാൻ പോയെന്ന്. നല്ല പപ്പടമുണ്ട്, സാമ്പാറുണ്ട്, ചീര വറുത്തതുണ്ട്, പിന്നെന്ത് തൈരും കൂടിയുണ്ട്. അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരു പിടുത്തങ്ങ് പിടിച്ച്. പിന്നെ വല്ലാണ്ട് രസമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ചോറൊന്നും വയ്ക്കാൻ. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി തരുമ്പം എനിക്ക് വലിയ കാര്യമൊന്നുമല്ല ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട്. എനിക്ക് സ്വന്തം തന്നെ അങ്ങ് ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് ഒന്നുകൂടി ഇതാകല്. പിന്നെ ഞാനിതാ രാത്രി ആയിട്ടുണ്ട്. അതിന് ശേഷമുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ഞാൻ സമയം ഞാൻ ഉറങ്ങി, ഒന്ന് നീരാടിയതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിനി. നല്ല ഉറങ്ങി. പിന്നെ ഇതാ രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ പോയെന്ന്. ഡോക്ടർ കുറച്ച് സമയം നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. ഒരുപാട് നടക്കാനൊന്നും പാടില്ല, എന്നാലും കുറച്ച് സമയം നടക്കണം. അപ്പോൾ ഞാൻ വാക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടിയാണ് ഇപ്പം നടക്കുന്നത്. കുറച്ച് വീൽ ചെയറിൽ ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല, വാക്കറിൽ കൂടിയിട്ടാണ് നടക്കുന്നത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് തിരിച്ചു നൽകാൻ എന്ത് തന്നാലും തികയൂലെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരുപാട് സ്നേഹം നിങ്ങൾക്കുണ്ടാകും. എൻ്റെ പ്രാർത്ഥനയിലും നിങ്ങൾക്കൊരിടം ഉണ്ടാകും തീർച്ചയായും. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരിടം എനിക്ക് മാറ്റിവെക്കണമെന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടെന്നും ആവശ്യമില്ല എന്നറിയാം. നിങ്ങളൊക്കെ കമൻറ്റ് കാണുമ്പോൾ അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. പഴയ സ്ഥിതിയിലേക്ക് ആവാൻ വേണ്ടിയിട്ട്, പഴയ ആലിയായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. എൻ്റെ തളർച്ചയിലും വീഴ്ചയിലും എന്നെ താങ്ങാൻ ആളുള്ളത് കൊണ്ട് എനിക്ക് എത്രയോ ഹൈർ, അൽഹംദുലില്ലാ. എൻ്റെ ഉമ്മയായും അനിയത്തിയായും ജ്യേഷ്ഠത്തിയായിട്ടും എല്ലാ റോളും ഇപ്പോൾ എൻ്റെ അനിയത്തിക്ക് എന്നെ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് എന്നെ നോക്കാൻ അവൾക്ക് ആവതും ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടിപൊളി ബീഫും പൊറോട്ടയും കൂടി രാത്രിയത്തെ ഡിന്നർ അവസാനിച്ച് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും ബൈ.